കണ്ടോ നടുകൂടെ പൊളിച്ചു ഇങ്ങനെ വൃത്തിയാക്കി എല്ലൊക്കെ കളഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ബാർബിക്യുള്ള പരിപാടിയാണ്. നിസാർ ഭായിന്റെ നമ്മളെ വെറൈറ്റി ബാർബിക്കാണ്. ഇന്നത്തെ ട്രിപ്പിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പോകുന്നത് ഇൻലാൻഡ് സീയിലേക്കാണ്. അവിടെ നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഫിഷിംഗ്, ബാർബിക്യൂ, അതുപോലെ ക്യാമ്പ് ഫയർ. അപ്പോൾ ഇത്രയും പരിപാടികളാണ് നമ്മൾ ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം കൊറോണ വന്നതിന് ശേഷം നമുക്കിപ്പോൾ 2-3 മാസമായിട്ട് ഫിഷിങ്ങിനോ അല്ലെങ്കിൽ ഇതുപോലെ ഔട്ടിങ്ങിനോ ഒന്നും പുറത്തിറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മുടെ കുറച്ച് ഇളവുകൾ നമ്മുടെ ഗവൺമെന്റ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോ കൊറോണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് പുറത്തിറങ്ങുന്നത്. അത് ഇൻലാൻഡിലേക്ക് കാണാം. ഈ മരുഭൂമിയിലൂടെ ഉള്ള ഒരു യാത്രയാണ്. ഏകദേശം സൗദി ബോർഡറിന്റെ അടുത്താണ്. അവിടെയാണ് നമ്മൾ ഫിഷിങ്ങിന് പോകുന്നത്. ഓക്കെ, ഇനിയെല്ലാം അവിടെ എത്തിയിട്ട് വിശദമായിട്ട് പറയാം. റൂൾസിലൊക്കെ കയറുമ്പോൾ കുറച്ച് കാറ്റ് കുറച്ചിട്ട് വേണം കയറാൻ. 25 ഉള്ളത്. 25 ഓക്കെ, 70 ആക്കണം. എങ്ങോട്ടാ കൂടെ ഞങ്ങള് ചുമ്മാ നടക്കാൻ നോക്കിയാ പൊളിച്ചോട്ടെ. പൊളിച്ചാലേ ട്രാക്ക് ക്ലിയർ ആവുള്ളൂ. ഞങ്ങളൊക്കെ പോയാൽ എനിക്ക് അടിക്ക് ഉള്ളിൽ കിട്ടും. സ്പീഡിൽ പോയി കഴിഞ്ഞാലല്ലേ അടി കിട്ടൂല. എന്നാ പോട്ടെ. ഞങ്ങൾ ജീപ്പ് ഫുള്ള് ജീപ്പ് കണ്ടോ? ഇത് ടീമാടാ, ബാംഗ്ലൂർ ടീമോ ഇപ്പോഴാ വരുന്നത്. ഫിഷിംഗ് ട്രാപ്പ് വെക്കാനുള്ള പരിപാടിയാണ്. വിജയിക്കുമെന്ന് അറിയില്ല. ട്രൈ നോക്കാമല്ലോ നമുക്ക്. എന്താ മല അല്ലേ, അടിപൊളി. ഷെഫി മോനെ വല രക്ഷയുണ്ടോ? കൊത്തുണ്ടോ? അത് മതി. ഇപ്പൊ നമ്മ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകണമെങ്കിൽ കയറിയാ നോക്കാനായിട്ട്. ഓക്കെ ഓക്കെ.
മതി ഓക്കെ ഓക്കെ എല്ലാവരും സെറ്റാണ്. എടാ ഒന്ന് ഇതായിക്കോടാ, ഒന്ന് ഡിവൈഡ് ചെയ്ത് ഫുൾ. ഓക്കെ ഡിവൈഡ് ആണ്. ഓക്കെ ഇനി താഴ്ത്തിക്കോ. ഇനി നമുക്ക് കുറേ കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കാം. ഓക്കെ ഇനി കയറി ഞാൻ ആ ഏരിയ പോവാം, അപ്പുറത്തെ ഏരിയ. ഈ സാധനം കേട്ടത് നമ്മുടെ കെട്ടിയിട്ടുണ്ട് അനക്കണ്ട. ട്രാപ്പിനകത്ത് എടുത്തു. ട്രാപ്പിനകത്ത് നമുക്ക് 2-3 ഞണ്ടുണ്ട്. മീനുണ്ടോ? മീനുണ്ട് 2-3 താഴത്താണിക്ക് അമ്മൂറ കളഞ്ഞേക്കട. നമുക്ക് ചെറുതല്ലേ, മാസ്റ്റർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അടച്ച് ലൈറ്റ് അടിച്ചോ അങ്ങോട്ട്. അയ്യോ കിടു സാധനം. നീ പെഞ്ഞണ്ടാന്ന് പറയാൻ കാരണം എന്താ? ഓക്കെ ആണ് എനിക്ക് മനസ്സിലായി. ഇത് അയ്യവ നല്ല പിടയ്ക്കുന്ന സാധനമാണല്ലോടാ. അയ്യവ കിടു സാധനം. കാല് വേണ്ട അല്ലേ? കാല് തീരെ വലിപ്പം ഒന്നുമില്ല അല്ലേടാ? ഓക്കെ അവിടെ ഇച്ചിരി ഒരു ഇതാ ഷാർപ്പല്ല അവിടെ, അതുകൊണ്ടല്ലേ? മറ്റേത് ഇച്ചിരി വൈഡായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് മാർക്കറ്റാ ജോലി. സാധാരണ ഞങ്ങൾ ഇതൊന്നും കളയാറില്ല. പിന്നെ അത് ഇതൊക്കെ കളയാറില്ല. ഇതൊക്കെ അങ്ങനെ തന്നെ കടമ്പുണ്ട്. ഇപ്പൊ വെളുത്ത വാവ്, കറുത്ത വാവിന് ഇത് പനിക്കും. പനിക്കുമ്പോഴാണ് പനിഞ്ഞണ്ട്. അപ്പൊ ഇതിന് മാംസം കുറവായിരിക്കും. മാംസം കുറവായിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോ കിട്ടിയിട്ട് കാര്യമില്ല. ചില സമയത്ത് ഉറവ് വരും. ഉറവ് വരുന്ന എന്താ വെച്ചാല് വലിപ്പം വെക്കാം. ഇത് കറക്റ്റ് അങ്ങനെ വെച്ചാൽ നല്ല സാധനം. അങ്ങനെ മസാല വെച്ചിട്ട് ഒറ്റ കടി. നിന്റെ ഇഷ്ടം കളയല്ലേടാ? ഏത് സാധനം ഇത്? ഓക്കെ ഇതുണ്ടോ? ഇവിടെ ഉണ്ടോ ഈ സാധനം? കണ്ടോ? ഇതാണ് ഇതിന്റെ പ്രത്യേകത. നന്നാക്കിയിട്ട് ബാർബിക്ക് അടിക്കാനുള്ള നമ്മുടെ പരിപാടി. ഓക്കെ ഇങ്ങനെയുള്ള മീൻ ഞങ്ങൾ കണ്ടോ നടുവിടെ പൊളിച്ചു, ഇങ്ങനെ വൃത്തിയാക്കി എല്ലൊക്കെ കളഞ്ഞു. ഞങ്ങൾ ഇങ്ങനെ ബാർബിക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കാം അല്ലേ? നമ്മൾ മസാല തേക്കുകയാണ്. അതായത് മസാല നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നു. നമ്മളിതെല്ലാം മസാല തേച്ചു. അടച്ച് നാരങ്ങ പിഞ്ഞടാ, നാരങ്ങ ഇവിടെ പിഞ്ഞു. പിന്നെ നമ്മൾക്ക് മെയിനായിട്ടുള്ള ഗ്രേവി എന്താ? വെളുത്തുള്ളി, പിന്നെ കുരുമുളക്, മുളക് പൊടി, ഓക്കെ മഞ്ഞപ്പൊടി, ഓക്കെ പിന്നെ പെപ്പർ, പിന്നെ മുളക് നമ്മളെന്ന് വെച്ചാൽ മറ്റേ ഇതില്ലേ ഇടിച്ച മുളകാണ് ഇട്ടേക്കുന്നത്. ഓക്കെ 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 അതൊന്ന് സ്പൈസി അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഉപ്പ് നാരങ്ങ ഓക്കെ ഇട്ട് വെച്ച് ഒരു അരമണിക്കൂർ 3 മണിക്കൂർ വെക്കാം. ഓക്കെ ഓക്കെ അത്രത്ത് നീക്കി പോയിക്കും. ഏതിനകത്ത് കത്തിക്കാൻ പോണം. ഓക്കെ സാരമാണെന്ന് വിചാരിച്ച് ചകയാൻ നിൽക്കല്ല ഉള്ളു. ഇതാണ് നിസാർ ഭായിൻ്റെ നമ്മളെ വെറൈറ്റി ബാർബിക്കാണ്. പതുക്കം മുകളിലൊക്കെ പതുക്കം. ചെറുപായി സെറ്റല്ലേ? ഒരു 2 മണിക്കൂർ മുന്നെങ്കിലും തിരുന്നെങ്കിൽ നമ്മൾ വന്നപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. അപ്പോൾ മെയിനായിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ ഗോപ്രോയിൽ തന്നെ അതിൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് കുറച്ച് ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു, മീനെ പിടിക്കുന്നത്, വല വയ്ക്കുന്നതും. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലാരിറ്റി ആയിട്ട് കിട്ടിയില്ല. എന്നാലും ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. മാക്സിമം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലാണ്. നമ്മളെ ഇന്നത്തെ ഫുഡാണ്. ഓക്കെ ചിക്കൻ ബാർബിക്യൂ നല്ല അടിപൊളിയായിട്ട്, ഗ്രീൻ ചില്ലി നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്താ ഭായി, എങ്ങനെയുണ്ട്? നമുക്ക് ചില പോരായ്മകൾ പറ്റി. എങ്ങനെയുണ്ട്?